ഭാവിയിലെ യുദ്ധങ്ങൾ വെടിയുണ്ടകൾ കൊണ്ടല്ല, മറിച്ച് പ്രകാശവേഗതയിൽ പായുന്ന ലേസർ രശ്മികൾ കൊണ്ടായിരിക്കും. സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഈ അത്ഭുത ആയുധങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അയൺ ബീം പോലുള്ള സംവിധാനങ്ങൾ ശത്രുവിൻ്റെ മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ കരിച്ചു കളയുന്നത് എങ്ങനെയാണ്? പരിശോധിക്കാം. ചെലവ് കുറഞ്ഞ ആയുധമെന്ന നിലയിലാണ് ലേസർ ആയുധങ്ങളെ കണക്കാക്കുന്നത്. നിലവിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഭീമമായ ചെലവാണ് ഓരോ സമയത്തും വേണ്ടിവരിക. എന്നാൽ ഇവ വികസിപ്പിക്കാനും വിന്യസിക്കാനും ആദ്യഘട്ടത്തിൽ വലിയ തുക കണ്ടെത്തേണ്ടി വരും. പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങളിൽ മിസൈലുകളോ റോക്കറ്റുകളോ ഉപയോഗിച്ചാണ് ശത്രു മിസൈലുകളെയും വിമാനങ്ങളെയും ഡ്രോണുകളെയും ഒക്കെ നേരിടുന്നത്. ഇവ നിർമ്മിക്കാനും ഉപയോഗിക്കാനും വീണ്ടും വീണ്ടും പണം ചെലവാക്കേണ്ടി വരും. എന്നാൽ ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ ശത്രുവിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും. ലേസർ ആയുധത്തിന്റെ പവർ മൊഡ്യൂൾ ഒരു എഞ്ചിൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. സാധാരണ വൈദ്യുതിയെ ഫോട്ടോണുകളുടെ അതിസാന്ദ്രമായ ഒരു ബീമാക്കി മാറ്റുകയാണ് ഇതിന്റെ ജോലി. ലക്ഷ്യസ്ഥാനത്തെ നശിപ്പിക്കാൻ ആവശ്യമായ അതിശക്തമായ താപം ഉൽപ്പാദിപ്പിക്കാൻ ഈ ഊർജ്ജ പരിവർത്തനം നിർണായകമാണ്. അയൺ ബീം പോലുള്ള സംവിധാനങ്ങൾ വൈദ്യുതി സംഭരിക്കാൻ കൂറ്റൻ കപ്പാസിറ്റർ ബാങ്കുകളെയാണ് ആശ്രയിക്കുന്നത്. ഏകദേശം 30 വീടുകൾക്ക് വൈദ്യുതി നൽകാൻ ആവശ്യമായ ഊർജ്ജം ഈ ബാങ്കുകൾക്ക് സംഭരിക്കാൻ കഴിയും. മില്ലി സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ പൊട്ടിത്തെറിയിലൂടെയാണ് ഈ ഊർജ്ജം ലേസർ ബീമായി പുറത്തുവരുന്നത്. മൊബൈൽ ലേസർ സിസ്റ്റങ്ങളിൽ സ്ഥലം ലാഭിക്കുന്നതിനായി ലിഥിയം അയൺ ബാറ്ററികളും സൂപ്പർ കപ്പാസിറ്ററുകളും ഉപയോഗിക്കുന്നു. ലേസറുകൾ പ്രവർത്തിക്കുമ്പോൾ വലിയ അളവിൽ താപം പുറത്തുവിടുന്നു. ഉദാഹരണത്തിന് 100 കിലോവാട്ട് ശേഷിയുള്ള ഒരു ലേസർ 200 കിലോവാട്ട് താപം സൃഷ്ടിക്കും. ആയുധത്തിന്റെ ഒപ്റ്റിക്സ് ഉരുകിപ്പോകാതിരിക്കാൻ അത്യാധുനിക സംവിധാനങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നു. മാത്രമല്ല, ചെറിയ വോൾട്ടേജ് വ്യതിയാനം പോലും ബീമിന്റെ കൃത്യതയെ ബാധിക്കുമെന്നതുകൊണ്ട് വൈദ്യുതി ഒരേ അളവിൽ നിലനിർത്തുന്നത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. ഉയർന്ന ശേഷിയുള്ള പവർ മൊഡ്യൂളുകൾ ഉപയോഗിക്കുന്ന ലേസർ ബീമുകൾക്ക് സെക്കൻഡുകൾക്കുള്ളിൽ സ്റ്റീൽ അല്ലെങ്കിൽ അലുമിനിയം കവചങ്ങളെ തുളച്ചു കയറാൻ സാധിക്കും. 7 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് പോലും കൃത്യതയോടെ ഈ ഊർജ്ജം എത്തിക്കാം. പവർ കുറഞ്ഞാൽ ബീം അന്തരീക്ഷത്തിൽ ചിതറിപ്പോകാൻ സാധ്യതയുണ്ട്. പഴയ കാലത്ത് ഇത്തരം ലേസറുകൾക്ക് ഒരു ബോയിങ് 747 വിമാനം വേണ്ടി വന്നിരുന്നെങ്കിൽ ഇന്നത്തെ സാങ്കേതിക വിദ്യയിലൂടെ ഇത് ചെറിയ സ്ട്രൈക്കർ വാഹനങ്ങളിൽ വരെ ഘടിപ്പിക്കാൻ സാധിക്കും. ഭാവിയിലെ ലേസർ ആയുധങ്ങൾ 50% ഊർജ്ജ കാര്യക്ഷമത ലക്ഷ്യമിട്ടാണ് വികസിപ്പിക്കുന്നത്. ഇത് ആയുധങ്ങളുടെ വലിപ്പം കുറയ്ക്കാനും കൂടുതൽ മാരകമാക്കാനും സഹായിക്കും. ലേസർ ആയുധങ്ങൾ ഇതിനോടകം വികസിപ്പിച്ച പല രാജ്യങ്ങളുമുണ്ട്. ഈ നിരയിലേക്ക് ഇന്ത്യയും ചുവടുറപ്പിക്കുകയാണ്. 300 കിലോവാട്ട് ഊർജ്ജമുള്ള ലേസർ ആയുധമാണ് ഇന്ത്യ തയ്യാറാക്കുന്നത്. ദുർഗ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആയുധത്തിന്റെ ആദ്യ പരീക്ഷണം 2027 നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇരുപത് കിലോമീറ്റർ ദൂരത്തു വരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ഹൈ എനർജി ലേസർ ആയുധമാണ് സൂര്യ. പ്രധാനമായും ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമായാണ് ദുർഗയെ വികസിപ്പിക്കുന്നത്. ഇതിനു പുറമെ ഡ്രോണുകൾ, റോക്കറ്റുകൾ തുടങ്ങിയവയെയും നിർവീര്യമാക്കും. മാത്രമല്ല, കണ്ണടച്ചു തുറക്കുന്നതിനേക്കാൾ വേഗതയിൽ ശത്രുവിന്റെ ആക്രമണങ്ങളെ നിർവീര്യമാക്കുമെന്നതിനാൽ ഹൈപ്പർസോണിക് ആയുധങ്ങളെ വരെ പ്രതിരോധിക്കാനുമാകും. ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും തകർക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന നാശനഷ്ടങ്ങളും പരമാവധി കുറയ്ക്കാനുമാകും. നിലവിൽ അമേരിക്ക, റഷ്യ, ചൈന, ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങളും ലേസർ അടിസ്ഥാനമാക്കിയ ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ട്. ഈ നിരയിലേക്കാണ് ഇന്ത്യയും എത്തുന്നത്. നിലവിൽ ഈ രാജ്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ വെച്ച് നോക്കിയാൽ ദുർഗയുടെ ശേഷി ഇവയോട് കിടപിടിക്കുന്നതാണ്. നിലവിൽ അമേരിക്ക പരീക്ഷിച്ച ഹൈ എനർജി ലേസർ വെപ്പൺ സിസ്റ്റത്തിന് 300 കിലോവാട്ട് കരുത്താണുള്ളത്. ഇതിന്റെ 500 കിലോവാട്ടിന്റെ ലേസർ ആയുധത്തിന്റെ വികസനത്തിലാണ് അമേരിക്ക. ചൈനയുടെ പണിപ്പുരയിലുള്ള ഷെങ് 1 എന്ന ലേസർ ആയുധത്തിന്
100 കിലോവാട്ട് ശേഷിയാണുള്ളത്. ഇതിന് 2 കിലോമീറ്റർ ദൂരെ വരെയുള്ള ലക്ഷ്യങ്ങളെ മാത്രമേ നേരിടാനാകൂ. അതുപോലെ സൈനികർക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്ന 50 കിലോവാട്ടിന്റെ ലേസർ റൈഫിളും ചൈന വികസിപ്പിക്കുന്നുണ്ട്. 50 കിലോമീറ്റർ പരിധിയിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന അതിശക്തമായ ലേസർ ആയുധം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ചൈന. ഇസ്രയേലിന്റെ പക്കലുള്ള അയൺ ബീമിന് 100 കിലോവാട്ട് ശേഷിയാണുള്ളത്. റഷ്യയും സമാനമായ ആയുധത്തിന്റെ ഗവേഷണത്തിലാണ്. ചെലവ് കുറവാണെന്നതാണ് ലേസർ ആയുധങ്ങൾ വികസിപ്പിക്കാൻ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഡ്രോണുകളെയും മിസൈലുകളെയും തുടർച്ചയായി വെടിവെച്ച് വീഴ്ത്താൻ കഴിയുന്ന ഈ പവർ മൊഡ്യൂളുകൾ അതുകൊണ്ട് തന്നെ സുരക്ഷാ മേഖലയിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറും. അവ കൈവശമുള്ള രാജ്യങ്ങൾക്ക് വരുംകാല യുദ്ധങ്ങളിൽ അജേയമായ മേൽക്കൈ നൽകുമെന്നതിലും സംശയമില്ല.